ഒരു കപ്പ് മൈദ, അതായത് 200 ഗ്രാം മൈദ, 1 സ്പൂണ് ഓയിൽ, കുറച്ച് ഉപ്പ്. എന്താ നമുക്കും പറ്റില്ല ഇപ്പോൾ ഉണ്ടാക്കൽ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. മൈദ 1 കപ്പ് മൈദ, 200 ഗ്രാം മൈദ, കുറച്ച് ഉപ്പ്, കുറച്ച് എണ്ണ അഥവാ ഓയിൽ. 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതായത് മസാല ഉണ്ടാക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് മതി, ഓവർ വെയിറ്റ് ചെയ്യണ്ട. അറിയും ഇപ്പോൾ സാധനങ്ങൾ ഉള്ളി, അതിന് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതിൻ്റെ മല്ലിച്ചപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വയ്ക്കാം. ചിക്കൻ, ഒരു ചിക്കൻ, മല്ലിച്ചപ്പ്, അതിൻ്റെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് നോക്കിയിട്ടാൽ മതി, ചിക്കനിൽ ഉപ്പുണ്ട്. ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി ഇല്ല, മഞ്ഞൾപ്പൊടി ഇല്ല. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി ഈ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞു ബോളാക്കുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കണക്ക് കിട്ടും. ചെറിയ പീസ് എടുക്കുക. ഇനി ഇതേമാതിരി ചെറിയ ബോളാക്കി കഴിഞ്ഞാൽ ചെറുതാക്കി നൈസാക്കി പരത്തണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതൊരു പൂരി, പൂരി സ്റ്റൈൽ. കളി പ്രവാസികളോടാ, എന്താ അവർക്ക് ഇത് പറ്റില്ലേ? ചിക്കൻ റോൾ എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ കാണുന്നല്ലുണ്ട്, എവിടെ നിന്ന് വാങ്ങി കഴിക്കുന്നത്. അപ്പോഴും കണക്ക് കൂട്ടും നാട്ടിലേക്കുള്ള പൈസ. എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളൂടോ. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഏതായാലും പ്രവാസികൾ പുറത്താ. വോട്ട് ലിസ്റ്റിലും ഇല്ല, റേഷൻ കാർഡിലും ഇല്ല. എന്താ ഇപ്പം നമ്മളൊക്കെ ജീവിതം. അപ്പോൾ ഇതങ്ങനെ ഇതേമാതിരി മല്ലിച്ചപ്പിൻ്റെ പീസട്ടോ, എന്ന് വിചാരിച്ച് തെറ്റിരിക്കണ്ട. കുറച്ച് മസാല ഇട്ടാൽ മതി, ഓവർ വേണ്ട. നൈസായിക്കണം പത്തിരി. കുറച്ച് പശ അഥവാ എഗ്ഗിൻ്റെ ഇനി ഒന്ന് മുക്കിയിട്ട് നമുക്ക് ബ്രെഡിൽ മുക്കണമെന്നൊരു ആവശ്യമില്ല, ഇങ്ങനത്തെ പൊരിച്ചെടുത്താൽ മതി. പക്ഷേ അതിനൊരു മാറ്റം വരണ്ട, ഒരു കോലം നമ്മൾ മാറ്റണ്ട വിചാരിച്ചിട്ടാണ്. അപ്പം ഇനി എല്ലാം നമുക്ക് ഇതേമാതിരി ചെയ്തെടുക്കാം, വേറൊന്നുമില്ല. ഒരു മീഡിയം തീയിൽ അങ്ങനെ കുറച്ചേരം